വിവാഹം കഴിക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? കഴിപ്പിക്കുവോ? അല്ല സോറി, കഴിക്കുവോ? ഇതിന് ശേഷം നോക്കണം. ഈ പടം റിലീസ് ചെയ്തതിനു ശേഷോ? തീർച്ചയായിട്ടും. എങ്ങനെയുള്ള പെൺകുട്ടിയായിരിക്കും വിവാഹം കഴിക്കുന്നത്? സെലിബ്രിറ്റി ആണോ, സിനിമാ നടിമാരെയാണോ, അതോ? പക്ഷെ ഞാൻ ആദ്യം പറയാണ്, ഇപ്പൊ ഞാൻ ക്യാമറ ഒഴിച്ച് എല്ലാ ജോലികളും ചെയ്തു. തീർച്ചയായിട്ടും 25ാമത്തെ പ്രാവശ്യം അതല്ല ആ സമയം അപ്പൊ നമുക്ക് അത് വലിയൊരു കാര്യമാണെന്നോ ഭയങ്കര സംഭവം പറയണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നു, അതിനേക്കാൾ കഷ്ടപ്പാടാണ്, നിങ്ങളെ ചോദ്യം ഉത്തരം പറയുന്നത്, അതിനേക്കാൾ കഷ്ടപ്പാടാണ് യഥാർത്ഥത്തിൽ ഒരു വീട് കൊണ്ടുനടക്കാൻ. എനിക്ക് 3 വീടുണ്ട്. ഈ 3 വീടും അടിച്ചുവാരലും ഇതിലുള്ള എല്ലാ പണികളും ഞാനാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എന്നെ ഒരാളെ കൊണ്ട് നടക്കാനുള്ള കഷ്ടപ്പാടും അതിന് വേണ്ടി വരുന്നത് ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നു, ഒരു സ്ത്രീയല്ല, ഒരു ടിപ്പിക്കൽ സ്ത്രീയുടെ കാര്യമാണ്. താങ്കളപ്പോൾ ഇത്രയും കഷ്ടപ്പാടുണ്ടോ വീട്ടിൽ? അല്ല, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ സമയം സന്തോഷ് കിടിലായിട്ട് ഇന്റർവ്യൂ ആണ്. നമ്മൾ പ്രേക്ഷകർക്ക് ഒരു ക്യൂരിയോസിറ്റി, സന്തോഷ് എങ്ങനെയാണ് ഈ പൈസ ഒപ്പിച്ചത്, ഈ ആൽബം പ്രൊഡ്യൂസ് ചെയ്യാൻ, സിനിമ? പ്രധാനമായിട്ട് ഞാൻ പറയട്ടെ, എല്ലാ ജോലികളും ഞാനാണ് ചെയ്ത്. പൈസയെ പറ്റിയിട്ട് അധികം ഇത് എനിക്ക് ഉണ്ടായിട്ടില്ല. പൈസ കൊടുക്കണ്ടേ ക്യാമറ? തീർച്ചയായിട്ടും എനിക്ക് കൂടുതലുള്ള വീടുകളിൽ ഒരു വീട് വിറ്റു. ഗ്രാമങ്ങളുടെ കടുത്ത ആരാധകനാണ്. അങ്ങനെ ഞാനെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ഇപ്പൊ കോഴിക്കോട് ഞാൻ താമസിക്കുന്ന മലേന്റെ മുകളിലാണ്. എന്റെ വല്ല ആരാധകൻ എന്റെ വീട്ടിലേക്ക് ഞാൻ വന്നാൽ അതോടെ അറ്റാക്ക് വരും എനിക്ക്. കാരണം ഞാൻ അത്രയും ശരിക്കും പറഞ്ഞാൽ സിറ്റി ലൈഫ് ഞാൻ വെറുക്കുന്നൊരു വ്യക്തിയാണ്. എനിക്ക് ഗ്രാമങ്ങളാണ് ഇഷ്ടം. കാരണം നല്ല പച്ചപ്പുണ്ട്, നല്ലൊരു ശ്വാസം കിട്ടും. അത് ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം. ഈ കിട്ടിയ അവസരത്തിൽ ഞാൻ വേഗം സിറ്റി വീട് വിട്ടിട്ട് ഗ്രാമത്തിലേക്ക് മാറേണ്ടത്. അങ്ങനെ കൃഷ്ണൻ ആദ്യം എടുത്തു. ഇനി താങ്കൾ ഇത് കണ്ടിട്ട് താങ്കൾ ഏതെങ്കിലും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ, താങ്കൾക്ക് കൃഷ്ണനും രാധയും എന്ന സിനിമ ഇറങ്ങിയില്ലായിരുന്നു, താങ്കൾ അഭിനയിച്ചില്ലായിരുന്നെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിലുള്ള ആരെ കൊണ്ടായിരിക്കും ഈ പറഞ്ഞ ജോണിന്റെ ക്യാരക്ടർ അഭിനയിപ്പിക്കുക? തീർച്ചയായിട്ടും എനിക്ക് ലാലേട്ടനെ കൊണ്ട് ചെയ്യിക്കണമെന്നുണ്ടായിരുന്നു. ലാലേട്ടനോട് ഈ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്? ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്കൊന്ന് ഈ ഷോ എങ്ങനെയാണെങ്കിലും പറഞ്ഞ് ലാലേട്ടന്റെ അടുത്ത് അങ്ങനെയാണെങ്കിൽ കൃഷ്ണനും രാധ എന്ന ക്യാരക്ടറിൽ ജോൺ താങ്കൾ ചെയ്യിപ്പിക്കുന്ന ലാലേട്ടനെയാണ്. ഈ പ്രിയ എന്ന് പറയുന്ന ക്യാരക്ടർ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ താല്പര്യം? അതിനെപ്പറ്റി ഞാൻ തീർച്ചയായിട്ടും ഒരു പുതുമുഖത്തെ, കാരണം വെച്ചാൽ അല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അതൊരു 14 വയസ്സ് ലുക്ക് തോന്നുന്ന ഒരു പെൺകുട്ടി വരണം. എത്രയോ ആൾക്കാരുടെ 14 വയസ്സ് ലുക്ക് അല്ല. ഓക്കെ, അത് നമ്മൾ നോക്കണം. ഇപ്പൊ നമുക്ക് വളരെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളൊന്നും അതിനേക്കാൾ പ്രായം ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ചെറിയ കുട്ടി വരണം. ആ പുതുമുഖത്തെ വെക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത പടത്തിൽ ഞങ്ങളെ അഭിനയിപ്പിക്കോ? തീർച്ചയായും. എന്തായാലും ഇനി നമ്മുടെ സമയം അനുവദിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് 2-3 സ്പീഡിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നന്നായിട്ട് ഇന്റർവ്യൂ. എനിക്കൊന്ന് യൂട്യൂബിൽ ഈ എപ്പിസോഡ് തകർക്കല്ലേ അല്ലേ? സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തി ഇത് ഹോളിവുഡിൽ ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നു. പ്ലാൻ ചെയ്യല്ലോ, ഞാൻ ഒരേ സമയം തന്നെ തമിഴ് ഹിന്ദിയും ചെയ്തിട്ടുണ്ട്. ഇതാരാണ് ഹോളിവുഡിൽ ഇറക്കാൻ ഇത്ര പ്രേരിപ്പിക്കുന്നത് താങ്കളെ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. ഞാൻ ആ ഫസ്റ്റ് സിനിമ ഒരേ സമയം ഞങ്ങള് തമിഴിലും ഹിന്ദിയിലും ചെയ്ത സിനിമയാണ്. എന്നാലും എനിക്ക് സമയം കിട്ടാത്തത്. ഞാൻ പറഞ്ഞില്ല, എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. പുറമേ ഉള്ളവർക്ക് പറയാം ഇയാളെന്തോ സ്വാഭാവികം. അപ്പൊ അതുകൊണ്ടാണ് തമിഴ് ഹിന്ദി എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ നേരത്തെ ചോദിച്ചതിന്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോ കേരളത്തിൽ ജനത തന്നെ കൈവിട്ടാലും ഇതേ തമിഴ് ഹിന്ദി ഇതേ കേരള ജനതയെ ഞാൻ കാണിക്കും. വളരെ വ്യത്യാസമുണ്ട്. തമിഴ് ഹിന്ദിയും കുറച്ച് വ്യത്യാസം വരും. അത് താങ്കൾ തന്നെയാണ് അഭിനയിക്കുന്നത്? സെയിം അതേ ടീമിനെ വെച്ച് ഞങ്ങൾ 3 ഭാഷയിൽ പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇനി ജനഹൃദയങ്ങളിൽ ഹിറ്റായ ഒരു ഡയലോഗ് ഉണ്ട്, മറ്റേ കോഴിയുടെ മുട്ടയുടെ, അതൊന്ന് ആ സ്റ്റൈലിലൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞ വലിയ ഉപകാരമായിട്ട്. നമ്മളിപ്പോ ഇങ്ങനെ ചിരിച്ചിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്ടർ എന്ന് പറയുന്നത് പെട്ടെന്ന് സ്പോട്ടിൽ ഡയറക്ടർ ചെയ്യുന്നതാണല്ലോ. താങ്കൾ ഡയറക്ടർ കൂടെ ആകുമ്പോൾ താങ്കൾ മനസ്സിലാവും. ശരി, ഒരു ചെറിയൊരു ഡയലോഗ്. ഒരു പട്ടിക്ക് അതിന്റെ വാല് കൊണ്ട് നാണം മറയ്ക്കാനാവില്ല. ഒരു കോഴിയുടെ നിറം കറുപ്പാണെന്ന് കരുതി അതിടുന്ന മുട്ടയുടെ നിറം കറുപ്പാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നീ വലിയവനാകാം എന്ന് കരുതി ഞാൻ ചെറിയവനാണെന്നുള്ള അർത്ഥമല്ല. ഒരു മോയിൽ എത്ര മുക്കിയാലും ആനയോളം പിണ്ടം ഇടില്ലെന്നാണ്. കാണാന്നല്ല, വീട് കണ്ടിരിക്കുന്നു പറ. എന്തായാലും ഒരുപാട് സന്തോഷ് പണ്ഡിറ്റ് ഇവിടെ വന്നതിലും. ഞങ്ങളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും വിരോധങ്ങൾ തോന്നുന്നുണ്ടോ? ചോദ്യങ്ങളൊക്കെ അറിയാലോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സത്യം പറയാലോ, നിങ്ങളുടെ ഞാൻ വരുമ്പോൾ നിങ്ങൾക്കറിയാം വളരെ ടെൻഷനിലൂടെയാണ് വന്നത്. കാരണം ഒരു സൈഡിൽ ജിത്തുബായും ചോക്ലേറ്റ് ബായുടെ ഷൂട്ടിങ്ങും, മറ്റേ സൈഡിൽ ടെൻഷൻ കൊണ്ടുനടക്കുന്നത്. ഞാൻ ചിന്മുദ്ര വിളിക്കുന്നുണ്ട് കയ്യിലെപ്പോഴും ഇങ്ങനെ. കുറച്ച് പേരുണ്ട്, പക്ഷെ പലപ്പോഴും ഞാൻ ഈ വെക്കുന്ന ആളുകള് പലപ്പോഴും നമ്മളെ അതുകൊണ്ടാണ് ശരിക്കും ഇതൊക്കെ ചെയ്യേണ്ടി വന്നത്. പറഞ്ഞു കൊടുക്കും അങ്ങനത്തെ വല്ലതും ഉണ്ടോ? അങ്ങനല്ല, നമ്മൾ പലപ്പോഴും ഏൽപ്പിക്കുന്ന ജോലികൾ കറക്റ്റായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് തലവേദനയാവും. താങ്കളെ കൊണ്ടുവന്നതിന്റെ മെയിൻ ഉദ്ദേശം തന്നെ താങ്കൾ വ്യൂവർഷിപ്പ്, താങ്കൾ നെഗറ്റീവ് അല്ല ആയിക്കൂടെ, താങ്കൾ ഹിറ്റായ ഒരു വ്യക്തിയാണ്. താങ്കൾക്ക് അത്രയും ആൾക്കാർ ഈ എപ്പിസോഡ് കാണുമെന്ന് കരുതിയിട്ട് തന്നെയാണ് താങ്കൾ കൊണ്ട്. അത് താങ്കൾ മനോഹരമായി ചെയ്തു. ഞങ്ങളോട് എന്തെങ്കിലും അവസാനമായിട്ട് ചോദിക്കാനുണ്ടോ? എന്തും ചോദിക്കാം, എന്തും.
എന്തോ ചോദിക്കൂ. ഞാൻ പ്രേമത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഡെഫിനിഷൻ തരേണ്ടായി. ആ രീതിയിൽ നിങ്ങൾ ആരും പ്രേമിച്ചിട്ടുണ്ടോ? ആ ഡെഫിനിഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രേമിച്ചോ ഞാൻ ചോദിക്കുന്നില്ല. ഈ ഡെഫിനിഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ദാറ്റ് ഈസ് സന്തോഷം പറഞ്ഞ കാര്യമാണ്. ഒരു ഇത് ഞാനും പറഞ്ഞു നടക്കുന്ന ചിത്രശലഭമാണ്. സന്തോഷം പറഞ്ഞ ഞാൻ പറയാം, ഞാനും ചിത്രശലഭം തന്നെയാണ്. പക്ഷെ എന്റെ മുമ്പിൽ ആരെങ്കിലും പുറത്തു കൊണ്ട് ഈ സൂചി കുത്താൻ സമ്മതിക്കത്തില്ല. അല്ല, അത് രീതി പ്രേമിച്ചോന്നേ മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. പ്രേമിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. അപ്പൊ തന്നെ അതിന് ഉത്തരമായി. ഒരുപാട് അല്ല, ഇവിടെയോ? ഇല്ല. ഇനി രാത്രി ആ രീതിയിൽ അല്ലാതെ പ്രേമിച്ചിട്ടുണ്ട്. അതുമില്ല. എനിക്ക് ഇൻഫാച്യുവേഷൻസ് ഉണ്ടായിരുന്നു. കാളവട്ടിക്ക് സെൻട്രലൊക്കെ. ഇനിയും നമുക്ക് ഒരു ചെറിയൊരു ഗാനത്തോടു കൂടി രാത്രി ശുഭരാത്രി ഈ പാട്ട് ശരി ലൈവായിട്ട് പാടണമെങ്കിൽ ആ കുട്ടി കൂടെ ഇവിടെ വേണമായിരുന്നു. ഏതെങ്കിലും ഒരു കുട്ടി അതേപോലെ. പോട്ടെ, തൽക്കാലം ഇല്ലാത്ത ശരിയല്ല. ഞാൻ ഓർത്ത് ഊഹിച്ചു പാടും, അതേ നടക്കൂ. എനിക്ക് ആ കാമാക്ഷിയാണ് കാണേണ്ടത്. റെഡി? രാത്രി ശുഭരാത്രി ഇനിയെന്നും ശിവരാത്രി, ജന്മം പുനർജന്മം നീയെന്നും കാമാക്ഷി, രാഗമനുരാഗം നീയെന്നും അനുരാഗി, പ്രേമം പുതുപ്രേമം നീയെന്നും മണവാട്ടി, ഓ പ്രിയേ ഓ പ്രിയേ ഓ പ്രിയേ. ഞാൻ പാടുമ്പോൾ സന്തോഷമില്ലേ? മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ സന്തോഷമില്ലേ? തീർച്ചയായും ഒരുപാട് സന്തോഷം. കളിയാക്കിയൊന്നുമല്ല, സന്തോഷമില്ല. ഞങ്ങൾ ചോദിക്കാൻ വരുന്ന നിങ്ങളത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതാണ് ബ്രദർ, ഇനി ഒന്ന് ഫീൽ ചെയ്യാം. കണ്ടിട്ട് എന്റെ റെസ്പോൺസ്. രാത്രി ശുഭരാത്രി. രാത്രി ശുഭരാത്രി. രാത്രി ശുഭരാത്രി ഇനിയെന്നും ശിവരാത്രി, ജന്മം പുനർജന്മം ഇനിയെന്നും ശിവരാത്രി, ജന്മം പുനർജന്മം നീയെന്നും കാമാക്ഷി. ഈ എപ്പിസോഡ് ഒരു ഫൺ എന്ന രീതിയിൽ മാത്രമേ നിങ്ങൾ എടുക്കാവൂ. ആരെയും ഹേർട്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. സോ ടൈം ഫോർ us to wind up, അല്ലേ? Yes. Good night. This is Giovanni Irza saying bye bye.